Hello, guys. Today we are dealing with the first section of biological classification, that is Kingdom Monera. Kingdom Monera ഭയങ്കര interesting section തന്നെയാണ്. So, bacteria are the sole members of the Kingdom Monera. Bacteria ആണ് മെയിൻ താരം നമ്മുടെ Kingdom Monera. They are most abundant microorganism. Bacteria almost the most abundant microorganism ആണ്. The bacteria occur almost everywhere. എല്ലായിടത്തും അല്ല കോസ്മോപൊളിറ്റൻ എന്നൊക്കെ പറയുന്ന പോലെ almost everywhere we can see the bacteria. The hundreds of bacteria are present in a handful of soil. They also live in extreme habitat. അത് extreme habitats പോലും കാണാം, such as hot spring, desert, snow, and deep oceans, where few other life forms can survive. ജീവൻ എക്സിസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് പോലും നമുക്ക് ഈ ബാക്ടീരിയസിനെ ഒരുപാട് കാണാൻ പറ്റുന്നതാണ് അല്ലെ. മെനി ഓഫ് ദം ലിവ് ഇൻ ഓർ അതർ ഓർഗാനിസം ആസ് പാരസൈറ്റ്സ്. ഈ പാരസൈറ്റ്സ് ആയിട്ട് പോലും നമുക്ക് ബാക്ടീരിയാസിനെ കാണാറുണ്ട്. ഓക്കെ, ദേ ആൾസോ ലിവ് ഇൻ എക്സ്ട്രീം ഹാബിറ്റേറ്റ്സ് സച്ച് ആസ് ഹോട്ട് സ്പ്രിങ്സിലുള്ളത് ഒക്കെ നാം പറഞ്ഞല്ലോ. അതുപോലെ തന്നെ നമ്മുടെ സ്നോസില് ഡീപ്പ് ഓഷ്യൻസിലൊക്കെ നമുക്ക് കാണാറുണ്ട് അല്ലെ. പിന്നെ നമുക്ക് എന്താ പറയാ, ഈ ബാക്ടീരിയാസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം ബേസ്ഡ് ഓൺ ദെയർ ഷേപ്പ്. ബാക്ടീരിയാസ് ആർ ഗ്രൂപ്പ്ഡ് അണ്ടർ 4 കാറ്റഗറി ബേസ്ഡ് ഓൺ ദെയർ ഷേപ്പ്. അവരുടെ ഷേപ്പ് വെച്ച് നമുക്ക് ഇതിനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാവേ. ദ സ്ഫെറിക്കൽ കോക്കസ്, സ്ഫെറിക്കൽ ഷേപ്പിലുള്ളതാണ് കോക്കസ്. കോക്കൈ എന്ന് പ്ലൂറൽ നമ്മൾ പറയാറുണ്ട്. ദെൻ റോഡ് ഷേപ്പ്, ഒരു റോഡ് ഷേപ്പിലുള്ളതാണ് നമ്മുടെ ബാസിലസ്, നമ്മുടെ ലാക്ടോബാസിലസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ. സോ ദാറ്റ് ഇസ് ബാസിലൈ. ദ കോമ ഷേപ്ഡ് വിബ്രിയം, നമ്മുടെ കോളറയൊക്കെ ഉണ്ടാക്കുന്ന വിബ്രിയോ കോളറ കേട്ടില്ലേ, ദാറ്റ് മീൻസ് ഇറ്റ്സ് എ കോമ ഷേപ്ഡ് ആണ് ഇതിന്റെ സ്ട്രക്ചർ വരുന്നത്. ആൻഡ് സ്പൈറൽ ഷേപ്ഡ് ഫ്ലജല്ലാസ് ഒക്കെ അറ്റാച്ച്ഡ് ആണ്. സോ ഇറ്റ്സ് എ സ്പൈറൽ ഷേപ്ഡ് സ്പൈറില്ലം. ഓക്കെ, സ്പൈറില്ല എന്ന് പറയാറുണ്ട് അല്ലെ. അതാണ് ബാക്ടീരിയാസിന്റെ ഡിഫറെന്റ് ഷേപ്പുള്ള 4 ക്ലാസിഫിക്കേഷൻസ് വരുന്നത്. ദോ ദ ബാക്ടീരിയൽ സ്ട്രക്ചർ ഈസ് വെരി സിമ്പിൾ. ബാക്ടീരിയയുടെ സ്ട്രക്ചർ ഒക്കെ ഭയങ്കര സിമ്പിൾ ആണെങ്കിൽ പോലും ദേ ആർ വെരി കോംപ്ലക്സ് ഇൻ ബിഹേവിയർ. അവരുടെ ബിഹേവിയർ എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി കോംപ്ലക്സ് ബിഹേവിയർ ആണ് ബാക്ടീരിയക്ക് പൊതുവെ ഉള്ളത് അല്ലെ. ബാക്ടീരിയ ഭയങ്കര സിമ്പിൾ സ്ട്രക്ചർ ആണ്, ബട്ട് എനിവേ അതിന്റെ ബിഹേവിയർ എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലക്സ് ആണ്. കമ്പയർഡ് ടു മെനി അതർ organism, bacteria as a group show more extensive metabolic diversity. ഒരു എക്സ്റ്റെൻസീവ് മെറ്റബോളിക് ഡൈവേഴ്സിറ്റി ബാക്ടീരിയക്ക് കാണിക്കാറുണ്ട് കമ്പയർഡ് ടു മെനി അതർ ലൈഫ് ഫോംസ്. സോ ഈ ഒരു വരി തന്നെ പലപ്പോഴും എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. Which organism is showing the most extensive metabolic diversity? അപ്പൊ ബാക്ടീരിയ ആണ് വരുന്നത്, നമ്മുടെ മൊണീരയാണ് ഇത് കാണിക്കുന്നത്. അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് പലപ്പോഴും കണ്ടിട്ടുണ്ട്. Some of the bacteria are autotrophic. ചിലത് autotrophic ആണ്. That is, they synthesize their own foods from inorganic substrate. They may be photosynthetic autotrophs or chemosynthetic autotrophs. Bacteria autotrophic ആവാറുണ്ട്. അതായത് they can synthesize their own foods from inorganic substances. അത് തന്നെ they may be ഫോട്ടോസിന്തറ്റിക് ആവാം, അതുപോലെ തന്നെ കീമോസിന്തറ്റിക്കും ആവാം. അതായത് ഫ്രം ലൈറ്റ് നിന്നാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ കെമിക്കൽ സബ്സ്റ്റൻസ് നിന്നാവാം. ദാറ്റ് ഈസ് കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സ്. ദ വാസ്റ്റ് മെജോറിറ്റി ഓഫ് ബാക്ടീരിയ ആർ ഹെറ്ററോട്രോപ്സ്. ഹെറ്ററോട്രോപ്സ് മീൻസ് ദേ ഡിപ്പെൻഡ്സ് ഓൺ അതർ ഓർഗാനിസം ഓർ ഡെഡ് ഓർഗാനിക് മാറ്റർ ഫോർ ഫുഡ്. അവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല, അത് ഡിപ്പെൻഡ് ചെയ്യും മറ്റു ഓർഗാനിസത്തിനെ ഓർ ഡെഡ് ഓർഗാനിക് മാറ്റേഴ്സ് ഫോർ ഫുഡ്. ഓക്കെ, hope you clear this. Okay, then next thing is that archibacteria. ഇതിന്റെ തന്നെ ഒരു സബ് ഡിവിഷൻ പോലെയൊക്കെ നമുക്ക് പഠിക്കാം. ആർക്കിബാക്ടീരിയ എന്ന് പറയുന്നത് എന്താണ്? ആർക്കിബാക്ടീരിയ, these bacteria are special since they live in some most harsh habitat such as extreme salty areas,
അതായത് ഇവര് ഭയങ്കര ഹാർഷ് ഹാബിറ്റാറ്റ്സിൽ ജീവിക്കുന്ന ബാക്ടീരിയസ് ആണ്. ഏത് ആർക്കി ബാക്ടീരിയസ്. സോ അത് എക്സ്ട്രീം സാൾട്ടി ഏരിയാസിലുള്ളതിനെ നമ്മൾ ഹാലോഫൈൽസ് എന്നാ പറയാം. ആൻഡ് ബാക്ടീരിയ ദാറ്റ് ലിവ്സ് ഇൻ ഹോട്ട് സ്പ്രിങ്സ് ദാറ്റ് ഈസ് തെർമോഅസിഡോഫൈൽസ്. ആൻഡ് ബാക്ടീരിയ ദാറ്റ് ലീവ്സ് ഇൻ മാർഷി ഏരിയാസ്, നമ്മുടെ ചതുപ്പുകളിലൊക്കെ ജീവിക്കുന്നത്, ദാറ്റ് ഈസ് മെത്തനോജൻസ്, മീഥേൻ പ്രൊഡ്യൂസിംഗ് ആയിട്ടുള്ള മെത്തനോജൻസ്. ആർക്കി ബാക്ടീരിയ ഡിഫർ ഫ്രം അതർ ബാക്ടീരിയ ഇൻ ഹാവിംഗ് ഡിഫറെന്റ് സെൽ വാൾ സ്ട്രക്ചർ. ബാക്ടീരിയ മറ്റുള്ള ബാക്ടീരിയയിൽ നിന്ന് എങ്ങനെ ഡിഫറെന്റ് ആവുന്നു ആർക്കി ബാക്ടീരിയ? ബിക്കോസ് ദേ ഹാവിംഗ് ഡിഫറെന്റ് സെൽ വാൾ സ്ട്രക്ചർ ആൻഡ് ദിസ് ഫീച്ചർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദെയർ സർവൈവൽ ഇൻ എക്സ്ട്രീം കണ്ടീഷൻസ്. ഈ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സെൽ വാൾ സ്ട്രക്ചർ ആണ് അവരുടെ എക്സ്ട്രീം കണ്ടീഷൻസിനെ സർവൈവൽ ചെയ്യാനുള്ള അവരുടെ കപ്പാസിറ്റിക്ക് കാരണം ഈ സെൽ വാൾ സ്ട്രക്ചർ ആണ്. Methanogens are present in the gut of several ruminant animals such as cows and buffaloes. അതായത് ഈ മെത്തനോജൻസ് എന്ന് പറഞ്ഞില്ലേ, ഞാൻ മാർഷി ഏരിയാസിൽ അല്ലെങ്കിൽ മാർഷി ഏരിയാസിൽ കാണുന്ന മെത്തനോജൻസ് അത് പ്രസന്റ് ആണ് എവിടെ? ഇൻ ദ ഗട്ട് ഓഫ് സെവറൽ റൂമിനന്റ് അനിമൽസ്. നമ്മുടെ എന്താ പറയുക, അയവെട്ടുന്ന കവ്, ബഫലോസ് പോലെയുള്ള റൂമൻ, ഒമാസം, അബോമാസം എന്നൊക്കെ കുറെ അറകൾ ഗട്സിനുള്ള അയവെട്ടുന്ന ഇത്തരം അനിമൽസിൽ അവരുടെ ഗട്സിൽ എന്ത് പ്രസന്റ് ആണ്? നമ്മുടെ മെത്തനോജൻസ് പ്രസന്റ് ആണെന്ന് പറയുന്നത്. ആൻഡ് ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് മീഥേൻ ഓർ ബയോഗ്യാസ് ഫ്രം ദ ഡങ് ഓഫ് ദീസ് അനിമൽസ്. ഇവരുടെ ചാണകത്തിൽ നിന്ന്, അവരുടെ എക്സ്ക്രീറ്റയിൽ നിന്ന് ബയോഗ്യാസ് അല്ലെങ്കിൽ മീഥേൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഈ മെത്തനോജൻസ് ഹെൽപ്പ് ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഹോപ്പ് യു ക്ലിയർ. അപ്പോൾ അതിലൊക്കെ അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് മാത്രമാണ് പറയുന്നുള്ളൂ. അത്രയും നിങ്ങളൊന്ന് ബൈഹാർട്ട് ചെയ്യുക കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് യു ബാക്ടീരിയ ആണ്. ഓക്കെ, നമുക്ക് യു ബാക്ടീരിയ സ്റ്റാർട്ട് ചെയ്യാം. There are thousands of different U bacteria or true bacteria. U means true ആണ്. True ബാക്ടീരിയകളാണ് ശരിക്കും യു ബാക്ടീരിയസ് എന്ന് പറയുന്നത്. They are characterized by the presence of rigid cell wall. അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് the presence of ഒരു rigid cell wall. Rigid cell wall ആണ് യു ബാക്ടീരിയയുടെ പ്രത്യേകത. And if motile, മൂവിങ് ആണെങ്കിൽ a flagellum is present ആണ് കേട്ടോ. The cyanobacteria, they also referred as blue-green algae. Cyanobacteria മറ്റൊരു പേരാണ് blue-green alga. Have a chlorophyll A similar to green plants. Green plantsലുള്ള chlorophyll A cyanobacterial present ആണ്. And are photosynthetic autotrophs ആണ്. And they can process their fruits from light. സണ്ണിന്റെ ലൈറ്റിൽ നിന്നാണ് നമുക്ക് അവർക്ക് ഫുഡ് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് ആണ്. പ്ലാന്റ്സിൽ ഉള്ളത് പോലത്തെ ക്ലോറോഫിൽ എ സയനോബാക്ടീരിയയിൽ പ്രസന്റ് ആണ്. ദേ കമ്മിങ് ആണ്ട് യു ബാക്ടീരിയ ആണ്. അവർക്കൊരു റിജിഡ് സെൽ വാൾ ഉണ്ട്. മോട്ടൈൽ ആണെങ്കിൽ ഫ്ലജെല്ലം പ്രസന്റ് ആണ്. ഇത്രയും കാര്യം ഓക്കെ ആണോ? ഓക്കെ. ദ സയനോബാക്ടീരിയ ആർ യൂണിസെല്ലുലാർ. അവരെങ്ങനെയാണ് യൂണിസെല്ലുലാർ ആവാം? കൊളോണിയസ് കോളനികളായിട്ടുള്ള ഫോംസ് ആണ്. ഓർ ഫിലമെന്റസ്, ഫിലമെന്റുകൾ പോലെ അങ്ങനെയും കാണാറുണ്ട്. ഫ്രഷ് വാട്ടർ കൊളോണിയൽ യൂണിസെല്ലർ ആണ്. സയനോബാക്ടീരിയ യൂണിസെല്ലർ ആണ്. ആൻഡ് കൊളോണിയൽ ആവാം, അല്ലെങ്കിൽ എന്താണ് ഫിലമെന്റസ് ആയിട്ടുള്ളതും ഉണ്ട്. ഫ്രഷ് വാട്ടർ ആയിട്ടുള്ള ഫോംസ് ഉണ്ട്, മറൈൻ ആയിട്ടുള്ള ഫോംസ് ഉണ്ട്, ടെറസ്ട്രിയൽ ആൽഗകളായിട്ടുള്ള ഫോംസും ഉണ്ട്. ഓക്കെ, ഹോപ്പ് യു ക്ലിയർ. ദെൻ the colonies are generally surrounded by gelatinous sheath. ആ കോളനീസ് ജനറലി എന്ത് ചെയ്യുന്നുണ്ട്? സറൗണ്ടഡ് ബൈ ജെലാറ്റിനസ് ആയിട്ടുള്ള ഒരു ഷീത്ത് കൊണ്ട് ഈ കോളനീസ് കവേർഡ് ആണ്. ദേ ഓഫൺ ഫോം ബ്ലൂംസ് ഇൻ പൊല്യൂട്ടഡ് വാട്ടർ ബോഡീസ്. അത് ഈ പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടറിൽ, മലിനമായിട്ടുള്ള ജലത്തിൽ ഒരു ബ്ലൂംസ് ഫോം ചെയ്യാറുണ്ട്. ഓക്കെ, യെസ്, അത് പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടറിൽ എന്ത് ഫോം ചെയ്യും? ബ്ലൂംസ് ഫോം ചെയ്യാറുണ്ട്. നിങ്ങൾ കണ്ടിട്ടാവും ഈ പച്ച കളറിലൊക്കെ ഈ വെള്ളത്തിൽ നമ്മൾ പാടത്തൊക്കെയുള്ള ഒരു പെസ്റ്റിസൈഡും കെമിക്കൽസ് ഒക്കെ ഉള്ള അങ്ങനത്തെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടറിൽ ഒരു ബ്ലൂംസ് ഫോം ചെയ്തിട്ട് നിങ്ങൾ പലപ്പോഴും കാണാറുണ്ട്. ഓക്കെ, ഇനി some of these organisms can fix atmospheric nitrogen in
specialized cells called heterocyst. Example, nostoc and anabina. അതിന് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പറയുന്നത് വെച്ചാൽ ഇതിൽ സം ഓഫ് ദിസ് ഓർഗാനിസം ക്യാൻ ഫിക്സ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഇൻ സ്പെഷ്യലൈസ്ഡ് സെൽ. നൈട്രജൻ ഫിക്സ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്പെഷ്യൽ സെൽസ് ഇതിനുണ്ട്. അതിന്റെ പേരാണ് ഹെറ്ററോസിസ്റ്റ്. അത് കാണുന്നതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ നോസ്റ്റോക്കും അതുപോലെ തന്നെ നമ്മുടെ അനബീനയാണ്. ഓക്കെ, ദെൻ കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ. They oxidize various inorganic substances such as nitrate, and ammonia and use the released energy for their ATP production. അത് കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ. അത് ഇനോർഗാനിക് സബ്സ്റ്റൻസസ് ആയിട്ടുള്ള നൈട്രൈറ്റുകള് അതുപോലെ തന്നെ നമ്മുടെ അമോണിയ ഒക്കെ അവരെന്ത് ചെയ്യും? ഓക്സിഡൈസ് ചെയ്യും. എന്നിട്ട് അവർ റിലീസ് ചെയ്യും എനർജി. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ദർ ATP പ്രൊഡക്ഷൻ, ATP ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് മറക്കരുത്. അതിൽ ഏതൊക്കെയാണ് ഇനോർഗാനിക് സബ്സ്റ്റൻസസ് എന്നുള്ളതും അതുപോലെ തന്നെ എന്താ പറയാ, അതുപോലെ തന്നെ അത് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു, ATP പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ആ എനർജി യൂസ് ചെയ്യുന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കാം. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് വെച്ചാല് നമ്മളെ ഈ ദേ play a great role in chemosynthetic autotrophic bacteria play a greater role in recycling the nutrients like nitrogen, phosphorus, iron and sulfur. അതൊരു ഇമ്പോർട്ടന്റ് റോള് ചെയ്യുന്നുണ്ട്. ഏതിലറിയോ? ന്യൂട്രിയൻ റീസൈക്ലിങ്. ചില ന്യൂട്രിയൻസിന്റെ റീസൈക്ലിങ്. ആ ന്യൂട്രിയൻസ് ഏതൊക്കെയാന്നുള്ളത് നിങ്ങൾ മസ്റ്റായും പഠിച്ചിരിക്കണം. ദാറ്റ് ഈസ് നൈട്രജൻ, ഫോസ്ഫറസ്, അയൺ ആൻഡ് സൾഫർ. ഇത്രയും കാര്യം നിങ്ങൾ എന്തായാലും പഠിക്കണം. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ ആ നോസ്റ്റോക്ക് എന്ന ബ്ലൂ ഗ്രീൻ ആൽഗയെ കാണിക്കുന്നുണ്ട്. അതാണ് അതിന്റെ ജെലാറ്റിനസ് ഷീത്ത്, മ്യൂസിലേജിനസ് ഷീത്ത് എന്ന് പറയുന്ന ജെലാറ്റിനസ് ഷീത്ത് ഇതാണ് അതിന്റെ നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന എന്താണ് ആ സെല്ല്. അതിന്റെ പേരാണ് ഹെറ്ററോസിസ്റ്റ്. ഇത്രയും കാര്യം മറക്കരുത്. പിന്നെ ഇത് കണ്ട നമ്മളെ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ. നെക്സ്റ്റ് സെക്ഷൻ നമ്മുടെ ഓട്ടോട്രോഫിക് കഴിഞ്ഞു. അടുത്ത ഹെറ്ററോട്രോഫിക് ബാക്ടീരിയക്ക് ഫുഡ് ഉണ്ടാക്കാൻ കഴിയാത്ത ബാക്ടീരിയ. അതായത് ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ ആണ്. ആർ മോസ്റ്റ് അബണ്ടന്റ് ഇൻ നാച്ചർ. അത് ഭയങ്കര നാച്ചുറൽ ഒരുപാടുണ്ട്. ദ മെജോറിറ്റി ആർ ഇമ്പോർട്ടന്റ് ഡീകമ്പോസേഴ്സ്. ദേ ആർ ദ ഇമ്പോർട്ടന്റ് ഡീകമ്പോസേഴ്സ് ആണ്. മെനി ഓഫ് ദം ഹാവ് സിഗ്നിഫിക്കന്റ് ഇമ്പാക്ട് ഓൺ ഹ്യൂമൻ അഫയേഴ്സ്. അവരുടെ മെയിൻ സിഗ്നിഫിക്കൻസ് ഉള്ള ഹ്യൂമൻ അഫയേഴ്സ് ഏതൊക്കെ നിങ്ങൾക്ക് അറിയോ? ദേ ആർ ഹെൽപ്ഫുൾ ഇൻ മേക്കിംഗ് കേർഡ് ഫ്രം മിൽക്ക്. തൈര് മിൽക്ക് ഉണ്ടാക്കാൻ ഹെൽപ്ഫുൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഓഫ് ആന്റിബയോട്ടിക്സ്. ആന്റിബയോട്ടിക്സിന്റെ പ്രൊഡക്ഷനിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആണ് ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ. ഫിക്സിംഗ് നൈട്രജൻ ഇൻ ലഗ്യൂം റൂട്ട്സ്. ലഗ്യൂം റൂട്ട്സ് മീൻസ് ഈ പയറ് വർഗത്തിൽപ്പെട്ട ചെടികളുടെ റൂട്ട്സിൽ നൈട്രജൻ ഫിക്സേഷനെ ഹെൽപ്പ് ചെയ്യുന്നതും ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ ആണ്. പിന്നെ അതിന്റെ കുറച്ച് എന്താ പറയാ ഇതിപ്പോ ഞാൻ ഇത്രയും പറഞ്ഞത് അതിന്റെ ബെനിഫിഷ്യൽ ആസ്പെക്ട് ആയിരുന്നു. ഇനി അതിന്റെ കുറച്ച് ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ കുറച്ച് ഒരു ഹാർംഫുൾ ആയിട്ടുള്ള എഫക്ട്സ് എന്ന് പറയുമ്പോൾ സം ഓഫ് ദി ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ സം ആർ പാത്തോജൻ കോസിംഗ് ഡാമേജ് ടു ഹ്യൂമൻ ബീങ്സ്. മനുഷ്യന്മാർക്ക് തന്നെ അതൊരു പാത്തോജൻ ആണ്. ഒരു ഡാമേജ് കൊടുക്കുന്നുണ്ട്, മനുഷ്യർക്ക് ഉണ്ടാക്കുന്നുണ്ട്, ക്രോപ്സ് വിളകൾക്ക് കൊടുക്കുന്നുണ്ട്, ഫാം ആനിമൽസ് ആൻഡ് പെറ്റ്സ്. ദേ ആൾസോ കോസ് കോളറ, ടൈഫോയിഡ്, ടെറ്റനസ്, സിട്രസ് കാൻകർ ആർ വെൽ നോൺ ഡിസീസസ് ഇസ് കോസിംഗ് ബൈ ഡിഫറെന്റ് ബാക്ടീരിയ. ഇതില് പറയുകയാണെങ്കിൽ നമ്മുടെ കോളറ ആയിക്കോട്ടെ, ടൈഫോയിഡ് ആയിക്കോട്ടെ, ടെറ്റനസ് ആയിക്കോട്ടെ, സിട്രസ് കാൻകർ, ഇത്രയും അസുഖങ്ങളൊക്കെ ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഓരോ അസുഖങ്ങളാണ് അല്ലെ. അത് സം ഓഫ് ദി വെൽ നോൺ ഡിസീസസ് ഇസ് കോസ്ഡ് ബൈ ഡിഫറെന്റ് ബാക്ടീരിയ. നെക്സ്റ്റ് പറഞ്ഞത് നമ്മൾ ബാക്ടീരിയയുടെ റീപ്രൊഡക്ഷൻ. അത് ഏത് ടൈപ്പിലാണ് ബാക്ടീരിയയിലെ റീപ്രൊഡക്ഷൻ നടക്കുന്നത്? ബാക്ടീരിയ റീപ്രൊഡ്യൂസ് മെയിൻലി ബൈ ഫിഷൻ. ഫിഷൻ വഴിയാണ് ബാക്ടീരിയ മെയിൻലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അണ്ടർ അൺഫേവറബിൾ കണ്ടീഷൻസ്, അത്ര അനുകൂലമല്ലാത്ത
സമയങ്ങളിൽ അവരെന്ത് ചെയ്യാറുണ്ട് അത്രേ? ദേ പ്രൊഡ്യൂസസ് സ്പോർട്സ്. സ്പോർട്സ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട് അൺഫേവറബിൾ കണ്ടീഷനിൽ. They also reproduce by a sort of sexual reproduction by adopting primitive DNA transfer from one bacterium to other. അതിലൊരു സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയാം. പക്ഷെ അതെന്താ ശരിക്കും പറഞ്ഞത്? അതൊരു പ്രിമിറ്റീവ് DNA ട്രാൻസ്ഫർ ആണ്. ഈ DNA-കൾ തമ്മിലുള്ള ഒരു പ്രിമിറ്റീവ് DNA ട്രാൻസ്ഫർ നടക്കാറുണ്ട്. ദാറ്റ് ഈസ് ദ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ബാക്ടീരിയ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ബാക്ടീരിയയിലുള്ള പറയാവുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള റീപ്രൊഡക്ഷന്റെ മെത്തേഡ്സ് വരുന്നത്. സോ നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് നമ്മൾ പഠിക്കുന്നത് മൈക്കോപ്ലാസ്മയാണ് വരുന്നത്. ദ മൈക്കോപ്ലാസ്മ ആർ ഓർഗാനിസം ദാറ്റ് കംപ്ലീറ്റ്ലി ലാക്ക് എ സെൽ. സെല്ല് ഇല്ലാത്ത, കംപ്ലീറ്റ്ലി ലാക്ക് എ സെൽ, അത് ആ ഓർഗാനിസം ആണ് മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. ദേ ആർ സ്മാളസ്റ്റ് ലിവിങ് സെൽ. വിച്ച് ഇസ് ദ സ്മാളസ്റ്റ് ലിവിങ് സെൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിന് ഉത്തരമായിട്ട് മൈക്കോപ്ലാസ്മ എന്ന് എഴുതണം. ഈ മൈക്കോപ്ലാസ്മയെ കുറിച്ച് നമ്മുടെ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്നുള്ള ആ ഒരു ചാപ്റ്റർ നമ്മൾ വീണ്ടും പഠിക്കും. ബട്ട് മൈക്കോപ്ലാസ്മയെ കുറിച്ച് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ലാക്ക് എ സെൽ വാൾ ആൻഡ് സെൽ വാളിന് ഇല്ലാത്തതാണ് ആൻഡ് സ്മാളസ്റ്റ് ലിവിങ് സെൽ ആണ് ആൻഡ് ക്യാൻ സർവൈവ് വിത്തൗട്ട് ഓക്സിജൻ. ഓക്സിജൻ ഇല്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റുന്നതാണ്. മെനി മൈക്കോപ്ലാസ്മ ആർ പാത്തോജനിക് ഇൻ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. ആനിമൽസിനും പ്ലാന്റ്സിനും മെനി മൈക്കോപ്ലാസ്മാസ് പാത്തോജനിക് ആയിട്ടുള്ള എഫക്ട്സ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് മൊണീറയിൽ പഠിക്കാനുള്ളത്. മൈക്കോപ്ലാസ്മ എന്നുള്ളതിൽ മൊണീറയുടെ അണ്ടറിൽ വരുന്ന നമ്മുടെ മൈക്കോപ്ലാസ്മയിൽ നമുക്ക് അത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് അല്ലേ? അത് ഇപ്പൊ നമ്മളെ ഈ PPL എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിക്കും. പ്ലൂറോണിമോണിയ ലൈക്ക് ഓർഗാനിസം അത് പറയാറുണ്ട്. പിന്നെ അത് പറയുന്നത് വേറെ വെച്ചാൽ അതിന് എന്താ പറയാ, നമ്മുടെ ഒരു ഹ്യൂമൻ ഇൻഫെർട്ടിലിറ്റി കോസ് ചെയ്യുന്ന ടൈപ്പ് മൈക്രോപ്ലാസ്മകൾ ഉണ്ടെന്ന് പറയാറുണ്ട്. ഇത് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് കാണിക്കാറുണ്ട് എന്ന് പറയാറുണ്ട്. പിന്നെന്താ പറയാ, നമ്മള് അതുപോലെ തന്നെ നേരത്തെ നമ്മള് ഈ ബാക്ടീരിയയിലുള്ള സെക്ഷൽ റീപ്രൊഡക്ഷൻ പറയുമ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് കോഞ്ചുഗേഷൻ എന്ന് കൂടെയുള്ള ഒരു പേര് വേണമെങ്കിൽ നമുക്ക് അവിടെ ഓർക്കാം. അത് ഒരു പിലി കാരണം ഒരു കോഞ്ചുഗേഷൻ ട്യൂബ് ഉണ്ടാവുക, അങ്ങനെ ബാക്ടീരിയ റീപ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യം പറയാൻ വേണമെങ്കിൽ. പക്ഷെ അതൊക്കെ ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വേറെ ചാപ്റ്റേഴ്സിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് തന്നെ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. അതുപോലെ തന്നെ നമ്മുടെ മൈക്കോപ്ലാസ്മയുടെ എത്രയാണ് അതിന്റെ മീൻസ് അതിന്റെ സൈസ് എങ്ങനെ വരുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കൂടുതലായിട്ട് നമുക്ക് ഫർദർ പഠിക്കാനുള്ളത് സെൽ യൂണിറ്റിലാണ്. എങ്കിൽ പോലും നിങ്ങൾ ഒരു 0.2 to 0.3 മൈക്രോമീറ്റർ എന്നുള്ളത് പഠിക്കുക. ജോക്കേഴ്സ് ഓഫ് ദി പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്നത് മൈക്രോപ്ലാസ്മ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഇതിൽ പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഡിസീസ് പഠിച്ചുല്ലോ, അതിലിപ്പോ നമുക്ക് എന്താ പറയാ, കോളറ ഉണ്ടാക്കുന്നത് വിബ്രിയോ കോളറ എന്നുള്ള ബാക്ടീരിയ ആണ്. സാൽമണല്ല ടൈഫിമ്യൂറിയ ആണ് ടൈഫോയിഡ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സാന്തോമോണസ് സിട്രീനാണ് നമ്മുടെ സിട്രസ് കാൻകർ ഉണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിരിക്കുക. പിന്നെ നമുക്ക് ആ ഫിഗേഴ്സ് എല്ലാം നമ്മൾ കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കുക. എല്ലാ ഫിഗേഴ്സും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഫിഗേഴ്സ് ആരും മറക്കാതിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്കിപ്പോ കിങ്ഡം മൊണീറയില് ഉള്ളത്. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് വായിക്കുക, നമ്മുടെ ക്ലാസ് ഫോളോ ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ കൊടുക്കുക. എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.